ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്നിവിടെ എത്തിക്കുകയെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹെൽമെറ്റ് മൗണ്ട് പറഞ്ഞിട്ടില്ല, ഈ ഒരു ഹെൽമെറ്റിന് മൗണ്ട് വാങ്ങുന്ന വീഡിയോ. അപ്പോൾ ഒരുപാട് ഒരു കമൻറ്റ് അയച്ചത് മൗണ്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഇടാനായിട്ട്. അങ്ങനെ 2 ഹെൽമെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഹെൽമെറ്റ് കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓൾറെഡി മൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെയിമിലാണ് ഞാൻ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇപ്പോൾ മൈക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മൈക്കൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മൗണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ മൗണ്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോയിലോട്ട് നമുക്ക് നേരെ പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച മൗണ്ട് കേട്ടോ. അത് വാങ്ങിച്ചത് 600 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര മൗണ്ട് ഉണ്ടെന്ന് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത്രയും മൗണ്ട് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 2 ഫ്ലാറ്റ് മൗണ്ട് ഉണ്ട്. ഇത് 2 ഫ്ലാറ്റ് മൗണ്ടാണ്. ഇത് ഒരിടത്ത് ഞാൻ 3mm സ്റ്റിക്കർ ഇതിൻ്റെ അത് കിട്ടിയത് വാങ്ങിച്ചപ്പോൾ ഒന്ന് ഒട്ടിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് 2 കർവ് മൗണ്ടാണ്. കർവ് മൗണ്ട് ഇത് ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ജെ മൗണ്ട് ഇതിൻ്റെ അകത്ത് ഇളക്കി കാണിച്ചു തരാം. ജെ മൗണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ വേറെ 1, 2, 3 മൗണ്ട് എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജെ മൗണ്ട് കണക്ക് തന്നെ, ജെ മൗണ്ട് അല്ല, ആ ഒരു എവിടെ നമ്മൾ തലയിലൊക്കെ വയ്ക്കുന്ന ഒരു മൗണ്ട് ഇല്ലേ, എല്ലാ ഹെൽമെറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു മൗണ്ട് തന്നെ കേട്ടോ. ഇത് നമുക്കല്ലാതെ ഹെൽമെറ്റല്ല, വേറെ എവിടെയും ഭാഗത്ത് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഫ്ലാറ്റ് മൗണ്ടൊക്കെ. പിന്നെ 3mm സ്റ്റിക്കർ എക്സ്ട്രാ 1 കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്റ്റിക്കർ 3mm കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തെന്ന് വെച്ചാൽ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 3mm സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം എനിക്ക് എന്താണ് മനസ്സിലായില്ല. ഇതിപ്പോൾ ക്യാമറ അങ്ങനെ തെറിച്ചു വരയ്ക്കുന്ന സംഭവമാണോ എന്തോ. പിന്നെ വേറൊരു ടൂൾ കണക്കൊരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനെന്ന് വെച്ചാൽ ചെറിയൊരു ഹോൾ എന്തെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ വലുത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ മൗണ്ടിൻ്റെ സ്ക്രൂ ഇല്ലേ, അത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബേക്കിൽ കയറി ടൈറ്റ് ചെയ്യാനാണ്. ആ സ്ക്രൂ ഞാൻ ഇപ്പം ഈ ട്രൈപോഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് അതിപ്പോൾ കാണിക്കാൻ പറ്റാത്ത. അപ്പോൾ ഇതിനകത്തുള്ളത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത കാണിക്കാം. സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു MC എടുത്തിട്ടുണ്ട്. അറാഡേറ്റിൻ്റെ ഒരു ഗം എടുത്തിട്ടുണ്ട്. മാസ്കിൻ ടേപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇനി ഹെൽമെറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ MCൻ്റെ ഒറിജിനൽ സാധനം കിട്ടിയില്ല കേട്ടോ. അത് 10 രൂപയ്ക്കുള്ള വേറൊരു സാധനമാണ് കിട്ടിയത്. ഒറിജിനൽ ഒരുപാട് അന്വേഷിച്ചു, അത് കിട്ടിയില്ല. പിന്നെ നമുക്ക് ഹെൽമെറ്റ് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ മൗണ്ട് ഈ ഒരു ഭാഗത്താണ് കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളോട് ചെയ്യുന്നത് ഒരു മാസ്കിൻ ടേപ്പ് വെച്ച് ഇതങ്ങ് ഒട്ടിക്കാൻ കേട്ടോ. ഇതിന് മിക്സ് ചെയ്യാൻ കേട്ടോ അടിപൊളിയായിട്ട്. ഓക്കെ, ഇതിപ്പോൾ 10ൻ്റെ MC-ലാണ് വെച്ചത്, അതുകൊണ്ട് കറക്റ്റാണ്. അത് MC 2 കൂടെ എടുത്ത് മിക്സ് ചെയ്യാൻ കേട്ടോ. നല്ലോണം ഒന്ന് കുഴച്ച് അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാം. MC അടിപൊളിയായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു കർവ് മൗണ്ടിൽ ഇത് ഒട്ടിക്കാം. ഇതിപ്പോൾ MC വെച്ച് ഒട്ടിക്കണം. എന്തെന്ന് വെച്ചാൽ നമ്മൾ കർവായാലും നമ്മൾ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ നേരത്ത് അതിൻ്റെ ആംഗിളും ഈ ഒരു കർവായിട്ട് കറക്റ്റ് മാച്ച് ആകത്തില്ല കേട്ടോ. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ തന്നെ മാത്രം മതി ഇതിൻ്റെ അകത്ത് ഇരിക്കാനായിട്ട്. ഇപ്പോൾ MC വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് എല്ലാ സൈഡും ഒരുമിച്ച് ഫില്ലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒട്ടിക്കാം. അത് കറക്റ്റ് പൊസിഷൻ നോക്കി ഒട്ടിക്കണം. ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഈ അറ്റം വരുന്ന ഭാഗം. അപ്പോൾ നമ്മൾ GoPro സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഉണങ്ങുന്നപ്പോൾ GoPro സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ സെറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലെവലൊന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ MC ഉണങ്ങാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ലെവൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് ഉണങ്ങുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ നേരെ വീട്ടിലോട്ട് വന്നിട്ടാണ്. എന്ന് വെച്ചാൽ ഇത് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അവിടെ നിന്ന് ഞാനും നമ്മളെ വൈശാഖ കൂടെ പോസ്റ്റ് ആയിപ്പോയി. അങ്ങനെ നേരെ വീട്ടിൽ വന്നു. ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റർ എടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഉണക്കിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് സംഭവം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ടേപ്പ് ഫുള്ളോടെ അങ്ങ് ഇളക്കാം. എന്ത് വരാത്തത് ഇളകിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഹെൽമെറ്റ് ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. ഇത് ഇളക്കുമ്പോൾ ഇനി ഇതിൻ്റെ ടേപ്പ് വലിച്ചിളക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഇപ്പോൾ ഹെൽമെറ്റ് സ്യൂട്ടബിൾ ആകുന്ന ഒരു മോഡലാണ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ, കറക്റ്റ് ഫിറ്റാണിത്. ഇനിയിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാൻഡ് പേപ്പർ വെച്ച് ഇതിൻ്റെ സൈഡുകളെല്ലാം ഫുള്ളൊന്ന് ഉരച്ചൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ അതിലോട്ടാണ് അടുത്ത് പോകുന്നത്. ഈ അടിയിലത്തെ പേപ്പർ ഒന്ന് ഉരച്ച് ലെവലാക്കണം. ഈ സൈഡ് ഒന്ന് ഉരച്ച് ഈ ഒരു മൗണ്ടിൻ്റെ ചേർത്ത് നമുക്ക് ഉരച്ച് അടിപൊളിയാക്കണം കേട്ടോ. സമയമെടുക്കും, സമയമെടുത്ത് ചെയ്യാം.
മൗണ്ട് അപ്പം നമ്മൾ സാൻഡ് പേപ്പർ കുറച്ച് അടിപൊളിയായിട്ട് ലെവലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ലെവലാക്കി. നിങ്ങളെ കൊണ്ട് എത്രത്തോളം പറ്റും അത്രത്തോളം കുറച്ചുകൂടെ ഫിനിഷാക്കി വയ്ക്കാം. ഇനിയിപ്പോൾ ഇത് കുറച്ച് നരച്ചണക്കിൽ ഇരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നരച്ചത് മാത്രമല്ല, ഈ ഒരു MC-ലും ഈ ഒരു മൗണ്ടും കൂടെ കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആവാനായിട്ട് കൊണ്ടുവന്ന് ഈ അറാഡായിട്ടിൻ്റെ ഗമ്മില്ലേ, ഇതിപ്പോൾ 45 രൂപയായിട്ടാ ഇതിൻ്റെ റേറ്റ്. ഈ ഒരു ഗം നമുക്ക് തേച്ച് ഇതിൻ്റെ പുറത്തോടൊന്ന് ആക്കാം. പുറത്തോട്ട് ആക്കാൻ നേരത്തെ ഇതൊരു ഈ ഒരു നരച്ച കളർ മാറി നമ്മൾ ക്ലിയർ അടിക്കൂലേ, അതാണ് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയി ഇരിക്കുകയും ചെയ്യും. ഈ ഒരു മൗണ്ടും ഈ MC-ലും കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇത് പരട്ടാം. അപ്പോൾ നമ്മൾ അവിടെയായിട്ട് ഈ ഗമ്മും കൂടെ തേച്ചൊന്ന് അടിവായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഇത്രയും ഇതൊക്കെ MC-ലൊക്കെ ചെയ്ത് നമ്മൾ ഉണ്ടാക്കി എന്തെന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ കർമ്മമുണ്ട്. ഇത് സാധാരണ രീതിയിൽ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് വെച്ചാൽ എല്ലാ സൈഡും ഒരേ കണക്ക് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഇതിൻ്റെ മണ്ട വെച്ചിരിക്കണം കേട്ടോ. ഈ ഒരു സൈഡും നീ നല്ല കിട്ടുന്നുണ്ടോ അവിടെ? ഈ ഒരു സൈഡ് നമുക്ക് ഗ്യാപ്പ് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗം മാത്രമേ നമ്മൾ സ്റ്റിക്കർ കയറുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം ക്വാളിറ്റീൻ്റെ അത് നിൽക്കത്തില്ല, ചിലപ്പോൾ ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ MC-ലൊക്കെ വെച്ചതിപ്പോൾ ഫുള്ള് ഫില്ല് ചെയ്യുന്നതാണ് കാരണം നമ്മളിപ്പോൾ ഇതിൻ്റെ അത് സെറ്റ് ചെയ്താൽ. അപ്പോൾ അതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ ഫുള്ളും കവർ ചെയ്ത് നമ്മൾ ടേപ്പ് ഒട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ കുറച്ച് കൂടിയ ക്യാമറയൊക്കെ ആണെങ്കിൽ അതിനുള്ള ഒരു സേഫ്റ്റി നമ്മൾ കൊടുക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഉണങ്ങിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ട്രൈപോഡ് അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ കുറേ താമസം നമ്മൾ ഫാൻ്റെ മുമ്പേയും പിന്നെ വെയിലത്തൊക്കെ വെച്ചാണ് ഈ ഒരു പരുവാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ നേരം താമസമായാലും സംഭവം നല്ല റിസൾട്ട് കിട്ടി, അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന സ്റ്റിക്കറാണ് കേട്ടോ, 3mm സ്റ്റിക്കറാണ്. ഇതിളക്കി ഇവിടെ ഒട്ടിക്കണം, അതിനുശേഷം ഹെൽമെറ്റ് ഒട്ടിക്കണം. അതിന് മുമ്പ് ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഒരുപാട് ഡാർക്കായിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഈ ഒരു പിച്ചത്തിച്ച് ജസ്റ്റ് ഒന്ന് വരയിട്ടെടുക്കാം. അതെന്തെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് ഗ്രിപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ നല്ലോണം ഒട്ടിയിരിക്കുക, ഒരുപാട് ഡാർക്കായിട്ട് എടുക്കില്ല, ചെറുതായിട്ടൊന്ന് വരച്ചെടുത്താൽ മതി. നമ്മുടെ ടൈൽസൊക്കെ ഒട്ടിക്കാനായിട്ട് ടൈലൊക്കെ ഒട്ടിക്കാനായിട്ട് അവിടെ ഒരു വര ഇടില്ല, അതേ കണക്ക്. ഓക്കെ, ഇത്ര മതി. ഇനി നമുക്ക് ഇതിന് ബാക്ക് ഭാഗം ഇളക്കി അവിടെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇളക്കിയിട്ടുണ്ട്. പിന്നെ സ്പെയർ ഐറ്റം ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇളക്കി ഒട്ടിക്കാം. സംഭവം അടിപൊളി സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഇത് ഒട്ടിച്ച ഇളക്കാൻ ഇത്തിരി പാടുള്ള ഒരു കേസാണ് കേട്ടോ. പ്രീമിയം സാധനം സൂപ്പറാണ്. ഇവിടെ ഒത്തിരി പെരിയിട്ട് കേട്ടോ, ഇളക്കിയ സമയത്ത് എന്താ പറ്റിയാണ്. ഓക്കെ, ഒട്ടിക്കാം. എങ്ങനെയാണ് അപ്പോൾ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ പുറമെ നമുക്ക് മാസ്ക് ടേപ്പ് ഒന്നുകൂടെ ഒട്ടിച്ച് കുറച്ച് നേരം വെച്ചേക്കാം. ഓക്കെ, അറാടായിട്ട് ഉണങ്ങുന്ന സമയത്ത് നമ്മൾ അകത്ത് മൈക്ക് കയറ്റിയായിരുന്നു കേട്ടോ. കാണിച്ചു കൊടുത്താ കണ്ടോ, അകത്ത് നമ്മൾ മൈക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോസൊക്കെ നമ്മുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഈ ഹെൽമെറ്റിൽ വെച്ചായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. മൗണ്ടും വെച്ച് മൈക്കും വെച്ച്. ഇനിയിപ്പോൾ വേറെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്ന. ഈ ഒരു വിൻഡോ ഉള്ളതുകൊണ്ട് നമുക്ക് എയർ അടിച്ച് അകത്ത് കയറും. അപ്പോൾ അതുകൊണ്ട് അകത്തുള്ളൊരു സൈഡിലെ വിൻഡോ നമ്മൾ അടച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു വിൻഡോ കേട്ടോ, ഈ ഒരു വിൻഡോ നമ്മൾ അടയ്ക്കാൻ പോവുകയാണ്. അടച്ചാൽ നമുക്ക് പിന്നെ ശ്വാസം ഇടാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. പക്ഷേ മറ്റേ ഹെൽമെറ്റ് അതൊന്നും ഇല്ലായിരുന്നു, ചെറുതായിട്ടുള്ളത്. പക്ഷേ അടയ്ക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിൻഡോ കൂടെ നമ്മൾ ഈ ഒരു മാസ്കിൻ ടേപ്പ് വെച്ച് അടച്ചിട്ടാണ് ഇനി വ്ളോഗിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാമറ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മൗണ്ടൊക്കെ അടിപൊളിയായിട്ട് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നോക്കിയാൽ അവിടെ എല്ലായിടത്തും ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. അടിഭാഗവും എല്ലാം മുൻഭാഗവും എല്ലാം മോഡുകളായിട്ട് ഓക്കെ ആയിട്ടുണ്ട്. മോട്ടോ വ്ളോഗിനൊക്കെ ഉള്ള ഹെൽമെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. അകത്തെ വിൻഡോ നമ്മൾ അടച്ചായിരുന്നു കേട്ടോ, അതുപോലെ കാണിച്ചു തരാം. അകത്തെ വിൻഡോ മൊത്തം നമ്മൾ മാസ്കിൻ ടേപ്പ് വെച്ചാണ് അടച്ചിരിക്കുന്നത്. പക്ഷേ പുറമേ കാണത്തില്ല, അകത്തുനിന്ന് എനിക്ക് മാത്രമേ അത് അറിയാം. ഇപ്പോൾ ബാക്കിയെല്ലാം കൊണ്ട്
അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ചെയ്തു. അപ്പോൾ എന്തായാലും ഗോപ്രയൊക്കെ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ മറ്റേ വീട്ടിൽ കാണാം. അതുവരെയും ഗുഡ് ബൈ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വന്നിട്ട് വരാം. അപ്പം നീ അടുത്തോട്ട് വേണേ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് സൂമൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ കാറ്റ് തന്നെ എടുത്താ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കമൻ്റ് ഇട്ടായിരുന്നു. ഹലോ ഗൈസ്, പുതിയ വീഡിയോ. ക്യാമറ നേരെ എന്നെ പിടിച്ചേക്കണം. അതുകൊണ്ട് ചരിച്ച് നേരെ പിടിച്ച അതല്ല നീ പൗസ് ചെയ്യണ്ടേ ഇനി. അപ്പം നമ്മുടെ മൗണ്ട് കാണാൻ കണ്ടില്ലേ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഓക്കെ എടുക്കല്ലേ. അപ്പം നമ്മൾ മൗണ്ട് നേരെ അവിടെ തന്നെ വെച്ചോ. അപ്പം മൗണ്ട് ഇതാണ്. കേൾപ്പോളാ ഇല്ല. അപ്പം മൗണ്ട് ഇതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മൗണ്ട്. അത് പറഞ്ഞു തരുന്നല്ലേ. എടുക്കല്ലേ. ഫോക്കസ് നടന്നു വന്നിട്ട് ബേക്കിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഇത് എടുത്തോണ്ട് ബേക്കിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ക്യാമറ അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇങ്ങനെ ഇരിക്കുന്നു. വയറാഴ്ചത് അങ്ങനെ എന്നാൽ മതി. അപ്പോൾ ഓക്കെ.